ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഇതിനാവശ്യമായ പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന ജൈവവൈവിധ്യ കോൺഗ്രസ് കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണി മൂല്യമുള്ള ജൈവ വൈവിധ്യ ശേഖരം കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജൈവ വൈവിധ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജീവനോപാധി കൂടി കണ്ടെത്തണം. ഈ മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. സുസ്ഥിര വികസനം ഇതുവഴി സാധ്യമാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. നമ്മുടെ നാട് വലിയ തോതിൽ പ്രകൃതി സുന്ദരമാണ്. അതോടൊപ്പം തന്നെ നാടിൻ്റെ ജീവനാഡിയാണ് ജൈവ വൈവിധ്യം. അത് സംരക്ഷിക്കുക എന്നത് പ്രധാന കടമയായി നാം എടുക്കേണ്ടതുണ്ട്. അതേതെങ്കിലും ഔദ്യോഗിക തലത്തിൽ മാത്രം ഒതുങ്ങി പോകേണ്ട കാര്യമല്ല. ജനങ്ങളാകെ സഹകരിച്ചുകൊണ്ട് ഒരു ജനകീയ യജ്ഞമായി ഏറ്റെടുക്കേണ്ട പ്രവൃത്തിയാണ്. ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി എന്നിവർ സംബന്ധിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസ് 20-ന് സമാപിക്കും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.